നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്നൊരു 45 വയസ്സുള്ളൊരു മധ്യവയസ്കയാണ്. അപ്പോൾ അവർക്ക് സന്ധികളുടെ വേദന തുടങ്ങിയിട്ട് 5 വർഷത്തോളം ഇപ്പം SLE എന്ന് പറയുന്ന അസുഖമായിട്ടാണ് വന്നത്. കിഡ്നിയിൽ പ്രോട്ടീൻ ഉണ്ട് പോകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ 5 കൊല്ലം ആയില്ലേ തുടങ്ങിയിട്ട്? എന്താ ഡോക്ടർ, അത് ചെറിയ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും വാദത്തിൻ്റെ പ്രശ്നം ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രായമാകുമല്ലോ, 40 വയസ്സായി, അവർക്ക് 40 വയസ്സായി പ്രായമായ പോലെ തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ 40 വയസ്സായി, അപ്പോൾ ചെറിയ വേദനകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് പ്രായത്തിൻ്റെയാണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ വാദം ഉള്ളതാണ് ചെറുപ്പത്തിൽ. അതുകൊണ്ട് ഞാനതങ്ങ് പിന്നെ നോക്കാം എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ട് ചെറിയ കുഴമ്പൊക്കെ പുരട്ടി ഇരിക്കുമായിരുന്നു. പിന്നെയാണ് കഴിഞ്ഞ ഒരു 6 മാസമായിട്ടാണ് ഈ മുടി കൊഴിച്ചിലും അതുപോലെ മൂത്രത്തിൽ പത വരുന്നതൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ നാട്ടിലെല്ലാം ഉള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു ചിന്തയാണ്, വാദം പ്രായമാകുമ്പോൾ കാണും ചെറിയ വേദനകളൊക്കെ ആയിരിക്കും, സന്ധികളിൽ വേദന കാണും. അതുകൊണ്ട് എന്താണ്, അതൊക്കെ നമുക്ക് ചെറിയ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ പോരെ, വളരെ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ പോരുന്നത് ഒരിക്കലുമല്ല. അതിനാണ് നമ്മൾ പറയുന്നത് ആർത്രൈറ്റിസ് ഒരു ചെറിയ മീനല്ല, അത് സ്രാവിനെ പോലെയാണ്. എന്തുകൊണ്ടാണ് സ്രാവിനെ പോലെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, സന്ധികളുണ്ടാകുന്ന വേദന പലപ്പോഴും തുടക്കുന്നത് നമ്മുടെ ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഒരു ബിഗിനിങ് ആണ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്കെതിരെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ആർത്രൈറ്റിസിൻ്റെ ബിഗിനിങ് ഉണ്ടാകുന്നത്. അത് ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്നു, അപ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. പക്ഷേ അത് നമ്മൾ ആ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പതുക്കെ വേറെ ഓർഗൻസിനെ അത് ബാധിക്കും. വേറെ ഓർഗൻസിന് എന്തൊക്കെയാണ്, നമുക്ക് വേറെ ചിലപ്പോൾ അത് ഉള്ള സന്ധികളിൽ തന്നെ തരുണാസികളെ തേയ്മാനം വന്ന് ജോയിൻസിൽ നീർക്കിട്ട് തേയ്മാനം വരാം. അത് കണ്ണുകളെ ബാധിക്കാം, ബ്രെയിനിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം, അങ്ങനെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കാം. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാകും, നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പലപ്പോഴും ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ലക്ഷണമാണ്. ഈ ലക്ഷണം 200ഓളം അസുഖങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് വരാം. ഒരു ആർത്രൈറ്റിസിന് മറ്റുള്ള ആർട്ടിസ് മാത്രമല്ല, അത് സ്ക്ലിറോഡർമയിൽ വരാം, SLEയിൽ വരാം, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില ക്യാൻസേഴ്സിൻ്റെ ലക്ഷണമായിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഗൗട്ട് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടിയ അസുഖത്തിൽ വരാം, ചിക്കൻ ഗുനിയ പോലെ വൈറൽ ഇൻഫെക്ഷന് വരാം. അപ്പോൾ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്, സന്ധികളുടെ വേദന ഒരു ലക്ഷണമാണ്. ആ ലക്ഷണം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് പെയിൻ കില്ലർ മേടിച്ച് കഴിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ചെറിയ വേദന സംഹാരികളോ കുഴപ്പം പുരട്ടി ഇരിക്കുക എന്നുള്ളതല്ല. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നത് കണ്ടുപിടിക്കണം, അതിൻ്റെ ബേസിക് റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഏർലി സ്റ്റേജിൽ, അതായത് യൂഷ്വലി 2 to 3 മന്ത്സിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്ത് വേറെ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യാതെയും ആ ജോയിൻസിൽ ഡാമേജ് വരാതെയും നമുക്ക് അതിനെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. അതിനെയാണ് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും അസുഖം പൂർണ്ണമായും വരുത്താനും മറ്റു ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും.